ഓം ശാന്തി. 20/9/2020 അവ്യക്ത മുരളി റിവിഷൻ 25/3/1986. സംഗമയുഗം പവിത്രമായ ജീവിതത്തിൻ്റെ യുഗം. ഇന്ന് ബാബ്ദാദ സർവസ്വരാജ്യ അധികാരി അലൗകിക രാജ്യസഭയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ശ്രേഷ്ഠ ആത്മാവിൻ്റെയും മേൽ പ്രകാശത്തിൻ്റെ കിരീടം തിളങ്ങുന്നതായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാജ്യസഭ പവിത്രമായ സഭയാണ്. ഓരോ പരമപാവനമായ പൂജനീയ ആത്മാക്കൾ കേവലം ഈ ഒരു ജന്മത്തേക്ക് മാത്രമല്ല പവിത്രമാകുന്നത്, എന്നാൽ പാവനം അർത്ഥം പവിത്രമാകുന്നതിൻ്റെ രേഖ അനേക ജന്മങ്ങളുടെ നീളമേറിയ രേഖയാണ്. മുഴുവൻ കൽപ്പത്തിലും ആത്മാക്കൾ പാവനമാകുന്നു, ഹോളിയാകുന്നു. പാവനമായ ആത്മാക്കൾ ധർമ്മപിതാക്കന്മാരുടെ രൂപത്തിൽ ധർമ്മം സ്ഥാപിക്കുന്നതിന് നിമിത്തമായി തീരുന്നു. അതോടൊപ്പം ചില മഹാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരും പാവനമാകുന്നു. എന്നാൽ അവർ പാവനമാകുന്നതിലും നിങ്ങൾ പാവന ആത്മാക്കൾ തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പാവനമാകുന്നതിൻ്റെ വിധി വളരെ സഹജമാണ്. യാതൊരു പരിശ്രമവും ഇല്ല. കാരണം ബാബയിൽ നിന്നും നിങ്ങൾ ആത്മാക്കൾക്ക് സുഖം, ശാന്തി, പവിത്രതയുടെ സമ്പത്ത് സഹജമായി ലഭിക്കുന്നു. ഈ സ്മൃതിയിലൂടെ സഹജവും സ്വതവേയും അവിനാശിയായി തീരുന്നു. ലോകത്തിലുള്ളവർ പാവനമാകുന്നു, എന്നാൽ പരിശ്രമത്തിലൂടെയാണ്. അവർക്ക് 21 ജന്മത്തിൻ്റെ സമ്പത്തിൻ്റെ രൂപത്തിൽ പവിത്രത പ്രാപ്തമാകുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ കണക്കനുസരിച്ച് ഹോളിയുടെ ദിനം എന്ന് പറയുന്നു. അവർ ഹോളി ആഘോഷിക്കുന്നു. നിങ്ങൾ സ്വയം പരമാത്മ നിറത്തിൻ്റെ പ്രഭാവത്തിൽ വരുന്ന ആത്മാക്കളായി മാറുന്നു. ആഘോഷം കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. ആയിത്തീരേണ്ടത് മുഴുവൻ ജീവിതത്തിലുമാണ്. അവർ ആ ദിനം ആഘോഷിക്കുന്നു. നിങ്ങൾ ജീവിതത്തെ തന്നെ പവിത്രമാക്കുന്നു. ഈ സംഗമയുഗം പവിത്രമായ ജീവിതത്തിൻ്റെ യുഗമാണ്. അതിനാൽ പരമാത്മ നിറത്തിൻ്റെ കൂട്ടുകെട്ടിൽ വന്നു അർത്ഥം അവിനാശി പ്രഭാവം ഉണ്ടായി. അതിനെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. സദാകാലത്തേക്ക് ബാബയ്ക്ക് സമാനമായി. സംഗമയുഗത്തിൽ നിരാകാരനായ ബാബയ്ക്ക് സമാനം കർമാതീതം നിരാകാരി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. 21 ജന്മം ബ്രഹ്മബാബയ്ക്ക് സമാനം സർവഗുണ സമ്പന്ന സമ്പൂർണ്ണ നിർവികാരി ശ്രേഷ്ഠമായ ജീവിതത്തിന് സമാനമായി അനുഭവിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഹോളിയാന കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിൽ ബാബയ്ക്ക് സമാനമാകുക. അങ്ങനെ സമാനമാകുന്ന പക്കാ പ്രഭാവത്തിലായിരിക്കണം. ഇങ്ങനെയുള്ള ഹോളി ലോകത്തിൽ ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടോ? ബാബ സമാനമാകുന്നതിൻ്റെ ഹോളി കളിക്കാനാണ് വന്നത്. എത്രയോ വ്യത്യസ്തമായ നിറം ബാബയിലൂടെ ഓരോ ആത്മാവിലും അവിനാശിയായി പതിയുന്നു. ജ്ഞാനത്തിൻ്റെ നിറം, ഓർമ്മയുടെ നിറം, അനേക ശക്തിയുടെ നിറം, ഗുണങ്ങളുടെ നിറം, ശ്രേഷ്ഠമായ ദൃഷ്ടി, ശ്രേഷ്ഠമായ ഭാവന, ശ്രേഷ്ഠമായ കാമന സ്വതവേ സദാ ആയി തീരണം. ഈ ആത്മീയ നിറങ്ങൾ എത്ര സഹജമായി പതിയുന്നു. ഹോളിയായി അർത്ഥം പവിത്രമായി. അവർ ഹോളി ആഘോഷിക്കുന്നു. ഗുണത്തിനനുസരിച്ച് രൂപമായി മാറുന്നു. ആ സമയത്ത് അവരുടെ ഫോട്ടോ എടുത്താൽ എന്തായിരിക്കും? അവർ ഹോളി ആഘോഷിച്ചു എന്തായി തീർന്നു? നിങ്ങൾ ഹോളി ആഘോഷിച്ചു ഫരിഷ്തയിൽ നിന്നും ദേവതയായി മാറുന്നു. എല്ലാം നിങ്ങളുടെ തന്നെ സ്മരണയാണ്. എന്നാൽ ആധ്യാത്മിക ശക്തിയില്ലാത്തതിനാൽ ആധ്യാത്മിക രൂപത്തിലൂടെ ആഘോഷിക്കാൻ സാധിക്കുന്നില്ല.
ബഹിർമുഖത കാരണം ബഹിർമുഖി രൂപത്തിലൂടെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥമായ രൂപത്തിലൂടെ മംഗളമായ മിലനം ആഘോഷിക്കണം. ഹോളിയുടെ വിശേഷതയാണ് കത്തിക്കുക, പിന്നെ ആഘോഷിക്കുക, പിന്നീട് മംഗളമായ മിലനം ചെയ്യുക. ഈ 3 വിശേഷതകളിലൂടെയാണ് സ്മരണ ഉണ്ടായത്. കാരണം നിങ്ങൾ സർവരും പവിത്രമാകുന്നതിന് ആദ്യം പഴയ സംസ്കാരം, പഴയ സ്മൃതികൾ സർവ്വതിനെയും യോഗ അഗ്നിയിലൂടെ കത്തിച്ചു. അപ്പോഴാണ് കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിലൂടെ ഹോളി ആഘോഷിച്ചത്. അർത്ഥം ബാബയ്ക്ക് സമാനം കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിൽ വന്നു. വരദാനം: ശക്തിശാലി മനോഭാവത്തിലൂടെ മനസാസേവനം ചെയ്യുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. വിശ്വത്തിലെ അലയുന്ന ആത്മാക്കൾക്ക് മംഗളം പറഞ്ഞുകൊടുക്കുന്നതിന് സാക്ഷാത് ബാബയ്ക്ക് സമാനം ലൈറ്റ് ഹൗസ് ആകൂ. ലക്ഷ്യം വയ്ക്കൂ, ഓരോ ആത്മാവിനും എന്തെങ്കിലുമൊക്കെ നൽകണം എന്ന്. മുക്തിയാകട്ടെ അഥവാ ജീവൻ മുക്തിയാകട്ടെ, സർവരെ പ്രതി മഹാദാനി വരദാനിയാകൂ. ഇപ്പോൾ തൻ്റെ സ്ഥാനത്തിൻ്റെ സേവനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സ്ഥാനത്തിരുന്ന് മനഃശാശക്തിയിലൂടെ അന്തരീക്ഷം വൈബ്രേഷനിലൂടെ വിശ്വസേവനം ചെയ്യൂ. അന്തരീക്ഷത്തെ ശക്തിശാലിയാക്കുന്ന രീതിയിലുള്ള ശക്തിശാലി മനോഭാവം ഉണ്ടാക്കൂ. എങ്കിൽ പറയാം, മംഗളകാരി ആത്മാവ്. സ്ലോഗൻ: അശരീരി സ്ഥിതിയുടെ വ്യായാമവും വ്യർത്ഥ സങ്കല്പമാകുന്ന പഥ്യത്തിലൂടെയും സ്വയത്തെ ആരോഗ്യശാലിയാക്കൂ. സ്വമാനം: ഞാൻ ആത്മാവ് വിശ്വമംഗളകാരിയാണ്. ഓം ശാന്തി.